ഓ മൈ ഗോഡ്, ഈ റിപ്പോർട്ട് ശരിയാണ്. സോസിറ്ററി സിസ്റ്റർ ഡോക്ടറെ ഡോക്ടറാണോ? ഡേറ്റ് എന്ന് ഇത് അവരുടെ നോക്കട്ടെ, ഡേറ്റ് അല്ല ഗ്യാസാ. ഡോക്ടറെ അതെ ഡോക്ടറെ ഡേറ്റ് എന്താ നോക്കാൻ പറഞ്ഞ ഡോക്ടർ നോക്കാൻ എന്റെ വയറ്റിൽ എത്ര കലണ്ടർ കിടക്കണം. കലണ്ടർ ആണാണോ പെണ്ണാണോ അയ്യോ നിങ്ങൾക്ക് ഞരമ്പിന്റെ അസുഖമാണ്. വൈകുമാരൊക്കെ സെറ്റ് ആണല്ലോ. ഓ മൈ ഗോഡ്, നോവിയുടെ റിസൾട്ട്. എനിക്ക് എത്ര A+ ഉണ്ട്? അല്ല അതാ അത് മാറിപ്പോയി. പുള്ളി SSLC സർട്ടിഫിക്കറ്റ് ആണ് വെച്ചേക്കണ. അല്ലല്ല, ഓയിൽ ഫിൽഡ് കേബിൾ ബോക്സ്. ഓ മൈ ഗോഡ്, നിങ്ങളുടെ കേബിൾ ബോക്സിൽ ഓയിലാണ് മനുഷ്യ. വർഷമായിരുന്നോ? ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. എല്ലാ പ്രേക്ഷകർക്കും കോമഡി മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. എന്താ ഇവിടെ നടക്കുന്നത്? എങ്ങനെയുണ്ട്, സെറ്റ് കൊള്ളാമോ? എനിക്കൊരു ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ ആരും വന്നില്ല. നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ തരാം, തന്നെ ഒരു നല്ലൊരു ഇഞ്ചക്ഷൻ തരാം. എങ്ങനെയുണ്ട് നമ്മുടെ ഫുൾ ഒരു ഔട്ട്ലുക്ക്? എങ്ങനെയുണ്ട്? നല്ലൊരു ഹോസ്പിറ്റലിന്റെ ഒരു ഗെറ്റപ്പ് അല്ലെ? കിടന്നു. എനിക്ക് എന്തെങ്കിലും രോഗിയെ വേണം, ഒരു നഴ്സിനെ വേണം, പല രോഗികൾ വേണം. നമുക്ക് ഇവിടെ ഒരു ഹോസ്പിറ്റലാക്കി മാറ്റിയെടുക്കാം. ഓക്കെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോമഡി മാസ്റ്റേഴ്സ് ദാ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾ ആരംഭിക്കുമ്പോൾ ഇതൊരു ഹോസ്പിറ്റൽ, പല ഡോക്ടേഴ്സ്, പല വിങ്ങുകൾ അങ്ങനെയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇതൊരു വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഓക്കെ, ഡോക്ടേഴ്സും നഴ്സുമാരും ശ്രദ്ധിക്കുക, ആ ഡോറിൽ പിടിക്കരുത്, തുരുമ്പാണ്. ട്രീറ്റ് ചെയ്യാൻ കഴിയും ഒരു സ്വന്തമായിട്ട്. എന്ത് റിയാക്ഷൻ ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത്? ഇപ്പോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഡോർ നോക്കൂ നിങ്ങൾ. മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പല സ്പെഷ്യാലിറ്റികളും ഉള്ളതാണ്. അതിലൊരു സ്പെഷ്യാലിറ്റി നേഴ്സ് ആരോ കമ്പൗണ്ടറെ ഒരു ഡൗട്ട് ഉണ്ട്. അവിടെ മദ്യപിക്കാൻ പാടില്ല, പുകവലിക്കാൻ പാടില്ല, മൂന്നാമത്തെ കഞ്ചാവ് അറിയില്ലാത്ത പോലെ. അതിന്റെ ട്രീറ്റ്മെന്റിന് ഒട്ടിട്ടേക്കാണ് ഇവിടെ. ഞാൻ കൂട്ടിരിപ്പാ. ഞാനാണെങ്കിൽ തുടക്കത്തിൽ വിചാരിച്ച എന്നാന്നറിയോ, നമ്മുടെ ഒക്കെ പാരന്റ്സിന് നമ്മൾ മേൽ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും. പഠിച്ച് വളരുമ്പോൾ ഒരു ഡോക്ടറോ ഒരു എഞ്ചിനീയറോ ആവണം എന്നൊക്കെ ആയിരിക്കും അവർ ആഗ്രഹിച്ചത്. ഒരു പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോ അവർ അത് ഉപേക്ഷിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഉപേക്ഷിച്ചതാണ് നോബി ചേട്ടൻ എന്ന് എനിക്കിപ്പോ അത് വിട്ടു. പിന്നെ എനിക്കറിയത്തില്ല ഡയനയുടെ വീട്ടുകാർക്ക് എന്തായിരുന്നു ഡയന എന്നതായിരുന്നു, ഡോക്ടർ എഞ്ചിനീയർ. യൂഷ്വലി എഞ്ചിനീയർ എൻട്രൻസ് ഒക്കെ എഴുതിയായിരുന്നു. പക്ഷെ ആണ് എന്നെ ഉണ്ടല്ലോ ജനിച്ചിട്ട് 28 അന്ന് എന്നെ ഉപേക്ഷിച്ചതാ സ്വപ്നങ്ങളൊക്കെ. അതല്ലേ അത് നിന്നെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. നിന്നെ ഉപേക്ഷിച്ചു, സ്വപ്നം ഉപേക്ഷിച്ചു. അത് അവർ നീ ജനിച്ചപ്പോഴേ അവരുടെ സ്വപ്നം തകർന്നു. നമുക്ക് ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ നമ്മുടെ മാഡം ജി വന്നിരിക്കുകയാണ്. നമ്മുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നമുക്ക് ഓരോ സെക്ഷൻ ഉണ്ടാവും. അപ്പൊ ആ സെക്ഷനിൽ ഓരോ ഡോക്ടർ, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഓരോ ഡോക്ടേഴ്സ് ആയിരിക്കാന്നുള്ളത് നോക്കാം. നോബി ചേട്ടന് ഏത് ഡോക്ടർ ആവണം എന്നാണ് ആഗ്രഹം? സാധാ ട്രീറ്റ് ചെയ്തെടുക്കുന്നത് ജനറൽ മെഡിസിൻ. ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആവും, പക്ഷെ എനിക്ക് പേഷ്യന്റ് ആയിട്ട് അഖില് വരണം. എന്നിട്ട് ഗർഭിണിയാക്കും. അന്നിന് ഗർഭിണികാർ അതാണ് ലോകം അറിയണം. നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. പെണ്ണുങ്ങൾ മാത്രമേ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകുള്ളൂ എന്നുള്ളത് തെറ്റായ ധാരണയാണ്. എന്താണ്? ഞാൻ ഭാര്യയും കൊണ്ടുവന്നോ? അല്ല, എന്തിനാണ്? താങ്കൾ വരൂ, താങ്കൾ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വരുന്നു. വന്ന് നോക്ക് ഡോക്ടർ. ടെസ്റ്റ് ചെയ്ത് ഞാൻ പ്രഗ്നന്റ് എടോ, പ്രഗ്നൻസിക്ക് മാത്രമല്ലടോ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നത്. കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഹോസ്പിറ്റലില് നോബി ചേട്ടനാണെങ്കിൽ ഹിസ് ജനറൽ മെഡിസിൻ കഴിഞ്ഞ ഒരു ഡോക്ടറാണ്, ഫിസിഷ്യനാണ്, കാഷ്വാലിറ്റി കാര്യങ്ങൾ നോക്കുന്നു. ആവുന്നതൊക്കെ കൊള്ളാം, ഡയലോഗൊക്കെ ഓർത്തോണം. നല്ലതായിരുന്നു. ശ്രീവിദ്യക്ക് എന്നാവണ്ടേ? ഞാൻ സ്കിൻ സ്പെഷ്യലിസ്റ്റ്. ചെറുങ്ങ് വട്ടച്ചൊറി അല്ല, ഇത് സ്വയം ട്രീറ്റ്മെന്റ് ചെയ്തല്ലോ. ഡെർമറ്റോളജിസ്റ്റ്. ഈ ഡോക്ടർ എങ്ങനെയാണെന്നാ മരുന്ന് പറയണം. ഈ ഡോക്ടർ കാരണം നിങ്ങള് പല ദിവസം നെറ്റിന്റെ ഒരാളത്തിന് മരുന്ന് കഴിക്കണം. നമുക്ക് നോക്കാം ഈ ഡോക്ടറിന്റെ കാര്യം എങ്ങനെയാണ്. ഓക്കെ, അഖിലിന് എന്നാ ഡോക്ടർ? കണ്ണ് ENT. ഓഫ്തമോളജി. അത് പറയാൻ പാടാന്നേ. ഡെന്റിസ്റ്റ് പറഞ്ഞോ. ഇനി നമ്മളിതാ ഇതൊരു ഹോസ്പിറ്റലായി മാറുകയാണ്. നമ്മുടെ ഫിസിഷ്യൻ വരൂ, അറ്റൻഡർ. അതല്ല, സ്റ്റേഷനിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു വിട്ടാണ്. മദ്യപിച്ച് കാർ ഓടിച്ചു. അടിച്ചിട്ടില്ല സാറേ, ചുമ്മാ. സൂസി, അതെ, ഇന്നലെ വന്നില്ലേ ഒരു മാലിനി എന്ന് പറയുന്നൊരു പേഷ്യന്റ്, ഒരു ഇച്ചിരി പൊക്കമുള്ള. അല്ല, ഇന്നലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ അതിന്റെ റിസൾട്ട് കിട്ടിയായിരുന്നോ? നോക്കണേ അതൊക്കെ. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞു തരാം, ഞാൻ കാണില്ല അത്. മറ്റേ എന്റെ കേസ് ഭർത്താവിന് എത്ര സമയമായിട്ട് വിളിക്കുന്നു? ഇത് ഞാൻ പോയ ബാറിലുണ്ടായിരുന്നു.
എവിടെ ഇറങ്ങിയപ്പോ എന്നെ ഇവിടെ പിടിച്ചത് ഇതിപ്പോ എന്തിനാ വന്നത്? പിടിച്ച എവിടെ വെച്ച് മാറിപ്പോയി, sorry. ഡോക്ടർ അല്ല ഡോക്ടർ നിങ്ങൾ എന്റെ കോട്ട കൂടെ ഊരി വെക്കണേ. ഞാൻ പെട്ടെന്ന് ഡോക്ടർ എന്റെ കോട്ട എടുത്തോണ്ടല്ലേ ഞാൻ നമ്മുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ ഓക്കെ. ഇവിടെ ഇരുന്നിട്ട് എന്നെ അത് ഞാൻ എന്റെ കോട്ട എടുത്തിട്ട് തിരിഞ്ഞു പോകുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നോട് പഠിച്ചെങ്കിലും ഡോക്ടർ ആയിരിക്കും. അതെ ആ ട്രിപ്പ് എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് ആ ട്രിപ്പ് മാറ്റി കളഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് മോരൊഴിച്ച് അവന് കുത്തി വെച്ചോളൂ. അവന്റെ കെട്ടിറങ്ങട്ട്. ഡോക്ടർ സാറേ, ഏയ് കുഴപ്പമില്ല. അതെ ഡോക്ടറെ, ആ. ഇവിടെ ഇഞ്ചക്ഷൻ ഇല്ലേ? തരി ഞാൻ. ആദ്യം ഒരു സൈഡ് കയറട്ടാ പിന്നെ മറു സൈഡ്. കൈ അനക്കാം കേട്ടോ. ഡോക്ടറെ ഒരുപാട് ചുരുക്കല്ലേ അനങ്ങല്ല ശരീരം. പേര് പറഞ്ഞില്ല. സുമ. സുമ. സ്ഥലം ഇട്ടെടുത്താലോ. സ്ഥലം അമ്പലത്തറ. അമ്പലത്തറ. വയസ്സ് പേര് 30. 30. കല്യാണം കഴിച്ചിട്ടില്ല. അതെന്ത്? ആ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെ ഇതുവരെയും കണ്ടില്ല. ഓ ഈ ഫോണുണ്ടോ? ആ ഫോണുണ്ട്. ഫോണിൽ നെറ്റ് ഉണ്ടോ? ഉണ്ട്. ഇടയ്ക്ക് മാട്രിമോണിയിൽ നോക്കണം. ഡോക്ടർ മനോജ് 30 വയസ്സെന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചിട്ട് അതിനകത്ത് വെറുതെ ഒരു മെസ്സേജ് ഇട്ട് ചിലപ്പോ നമുക്ക് ആലോചിച്ച് അത് വന്നു പോലെ നടന്ന് അപ്പൊ പിന്നെ എന്താണ് പ്രശ്നം? ഡോക്ടർ രാത്രി ഉറങ്ങാനേ പറ്റുന്നില്ല. നിങ്ങള് എന്തെങ്കിലും ജോലി അങ്ങനെ? അങ്ങനെയില്ല, പക്ഷെ രാവിലെ ഭയങ്കര ഉറക്കമാണ്. വീഡിയോ കോൾ ഇപ്പൊ കഴിയണത് 5:30. അതാണ് രാവിലെ ഉറക്കം. ഇല്ല ആഹാരത്തിന് എന്തെങ്കിലും ആഹാരത്തിനോട് വെറുപ്പ്? ആഹാരത്തിനോട് വെറുപ്പില്ല. ഇല്ല. ഇല്ല. വേറെ ആരെങ്കിലും കാണുമ്പോ ആക്രമിക്കാനുള്ള ഇത്? ആക്രമിക്കാനോ? ആക്രമിക്കാന് അല്ല നിങ്ങളെ ശൈലിയും രാത്രി ഉറങ്ങുമല്ല പൂച്ച കടിച്ചത് വല്ലോ ആയിരിക്കും ഇനിയിപ്പോ ഉറങ്ങും. പൂച്ച മുറിവെന്തെങ്കിലുണ്ടോ? അല്ല ഉറക്കം പൂച്ച അടിച്ച് എങ്ങനെ പറ്റുമോ? പൂച്ച കടിച്ചാൽ ചിലപ്പോ രാത്രി ഉറങ്ങാതെ നടക്കും. അയ്യോ, ആ എടുത്ത് എറിഞ്ഞാൽ 4 കാലിൽ വീഴുവോ? അതെ ഡോക്ടർ, സിംപ്റ്റം ഓഫ് എ ലിറ്റിൽ സ്കാർ ഇൻ യുവർ ഹാൻഡ്. ആരുടെ അവിടെ സൈറ്റ് ഓൺ ചെയ്തിട്ട് ഇല്ലേ? ഏത് സൈറ്റ്? അല്ല എന്തോ കേട്ടോ. ലിറ്റിൽ സ്കാർ. ചേച്ചി കടന്ന് ചിരിക്കല്ലേ ചേച്ചി, വയ്യാത്തയാണ്. ശ്വാസം മുട്ടലിൽ വന്ന് ഇടിച്ചേക്കും. വീട്ടിൽ 2-3 പൂച്ചയൊക്കെ ഉണ്ട്. ഉണ്ട്. ആ അപ്പൊ അതൊന്നും സൂക്ഷിക്കുക. കാര്യം നമ്മൾ മൃഗങ്ങളുമായിട്ട് അങ്ങനെ ഒരുപാട് ഇടപഴകരുത്. ആ ആ, ആ. അപ്പൊ അതെന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം കുട്ടിക്ക് വേണ്ടത് നമുക്കിപ്പോ എളുപ്പത്തിന് വന്നിരിക്കുന്ന കുട്ടിയാണ്. കാര്യം ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി കൈ പൊക്കണ്ട, അത് കൊടുത്താൽ മതി. കൊടുത്താൽ മതി. ഇഞ്ചക്ഷൻ കൊടുക്കണം. ഇഞ്ചക്ഷൻ കൊടുക്കുക. പിന്നെ 2-3 മെഡിസിൻ ഉണ്ട്, ഞാൻ എഴുതി നോട്ട് ചെയ്ത് തരാം. അപ്പൊ എന്തായാലും പോകുമ്പോൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക. രാവിലെ ഒരു ഗുളിയ, പിന്നെ ഉച്ചയ്ക്ക് ഒരു ഗുളിയ, വൈകിട്ടൊരു ഗുളിയ, പിന്നെ 8 മണിക്ക് ശേഷം. പക്ഷെ രാവിലെ ഫുൾ ഉറക്കമാണല്ലോ, അപ്പൊ എന്ത് ചെയ്യും? അതാണ് ഞാൻ പറഞ്ഞത്. ആരെങ്കിലും വിളിച്ചൊന്ന്, അല്ലെങ്കിൽ ഇവിടെ വന്നാൽ മതി, അല്ലെങ്കിൽ ഇവിടെ വന്നാ മതി. ഇവിടെ കിടക്കട്ടെ. സമയത്ത് നമ്മള് കൊടുക്കാം. സാറേ ഫോൺ നമ്പർ എന്നാ രാവിലെ ഞാൻ വിളിച്ചോണത്താ. ഞാൻ മാട്രിമോണിയിൽ നോക്കാം കേട്ടോ. ഇടയ്ക്ക് നോക്കണം. ഡോക്ടർ ആ മാലിനി. ആ ചേച്ചി ആക്ച്വലി മാലിയുടെ നമ്പർ അല്ല, എന്നാലും വിളിക്കട്ടെ. വിളിച്ചോ. ബെല്ല് കിട്ടിയില്ല. ഇതിന്റെ സ്വിച്ച് മാലിനി. നിൻമിഴികളിൽ അഞ്ജനമെഴുതാൻ ഞാൻ ഡോക്ടർ ഇത് നീ ആരോടും പറയില്ലെങ്കിൽ. ഞാൻ അങ്ങനെ ഒരു സംഭവം ഈ കാര്യം അങ്ങനത്തെ പേര് വന്നു കഴിഞ്ഞാൽ ഞാൻ അറിയാതെ അങ്ങനത്തെ പാട്ട് പാടും. മാലിനിയുടെ തീരങ്ങൾ പാട്. അല്ല അത് പാടില്ല. ഇവന് ഇത് വീട്ടിൽ പോയിരുന്ന് ചിന്തിക്കണം ഏതാണ് റൂം മാറ്റണോ? ഇവനെ സെല്ലിൽ അടക്കണായിരിക്കും നല്ലത്. അയ്യോ, സെല്ലിൽ ഇരിക്കാൻ പറ്റൂല വൈസ് സ്റ്റാൻഡേർഡ്. ആക്ച്വലി മാലിനി സർ ഹസ്ബൻഡ് ഇവിടെയാണോ? എന്ത് ചെയ്യുന്നു? ഗൾഫിലാണ്. ആക്ച്വലി പ്രോബ്ലം എന്താണ് നിങ്ങൾക്ക്? സർ അതാണ് അറിയാത്തത്. എന്തൊക്കെയോ തോന്നുന്നുണ്ട് സർ. ഭർത്താവ് 4 വർഷമായിട്ട് ദുബായിലാണ് സർ. അപ്പൊ ഇവിടെ നിൽക്കുമ്പോ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട് സർ. നിങ്ങൾക്ക് ഗോൾഡൻ വിസ ഉള്ളല്ലേ? നിങ്ങൾക്ക് അവിടെ പോയി നിന്നൂടെ? സർ ഇല്ല സർ, ഗോൾഡൻ വിസ ഇല്ല സർ. അല്ലല്ല മുഖത്തുണ്ടല്ലോ golden visa ഉണ്ട്. അത് സർ ട്രാവൽ ഏജൻസിയിലാണോ വന്നത്? അതാണ് ഞാനിപ്പോ ഒരു ടിക്കറ്റ് ഫ്ലൈറ്റ് കൊടുത്തു പറഞ്ഞു വിട്ടാണ് ഞാൻ. എന്താണ് ഇപ്പൊ ആക്ച്വലി? സർ എന്തായാലും ഒരു ദഹന പ്രശ്നം, പിന്നെ തിയേറ്ററില്, പിന്നെ ഒരു ഛർദിക്കാൻ വരുന്നുണ്ട്, പിന്നെ ഇങ്ങനെ വെറുതെ ഒരു കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. അത് വിഷമം. ആ വിഷമം. ഈ ദഹന കുറവെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, പൈസ അയച്ചു വരുന്നു, ആഹാരം കഴിക്കുന്നു, ചിലപ്പോ നല്ല ആഹാരം കഴിക്കുന്നു. ആ അതെ അതെ. അപ്പൊ ഞാനൊരു തൽക്കാലം ഒരു കാര്യം ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് പറ്റിയത് സർ, മരുന്ന്. ഞാൻ നിങ്ങളുടെ ഇവിടെ അഡ്മിറ്റ് ആവട്ടെ സർ. അതെ ഈ ബെഡിൽ സ്ഥലമുണ്ട്. സർ പ്ലീസ് അവനെ മാറ്റട്ടെ സാർ. ഇവിടെ അഡ്മിറ്റ് ആവട്ടെ. ഞാൻ ചേച്ചിയും കൂടെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോളാം. അങ്ങനെന്ന് പറഞ്ഞാൽ അങ്ങനെ അഡ്മിറ്റ് ആക്കണോ? ഡോക്ടർ പറയുന്നത് Admit ആവട്ടെ, sir. ആയതുകൊണ്ട് അല്ല ഞാൻ പറയും ഇവിടെ ഇത്തിരി അസൗകര്യമാണ്. കാര്യം വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല. വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ
അല്ല ഞാൻ വാടകയ്ക്ക് തരാം. അല്ല അങ്ങനെ കൊടുത്തൂടെ അല്ല നമുക്ക്? അപ്പൊ നമ്മൾ ഹോം സർവീസ് ചെയ്യാനോ? ഏത് അല്ല വേണ്ട, പിന്നെ നേഴ്സ് ഫ്രീ ആണല്ലോ. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് അറ്റൻഡ് കാര്യം നമുക്കൊരു എനിക്ക് സത്യം എനിക്ക് എന്റെ സൗകര്യം പോലെയാണ് ഞാൻ അങ്ങനെ തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന്. സർ ഒന്ന് എന്റെ ഡോക്ടർ വർഗീസ് ഹാർട്ട് സാർ ബീറ്റ് ഒന്ന് നോക്കൂ. ഹാർട്ട് ബീറ്റ് നോക്കൂ. വർഗീസ് സാർ ദൈവമേ, ഈ ഡോക്ടർ നാളെ പോക്സോ കേസിൽ നോക്ക് ഡോക്ടർ. വേണ്ട എനിക്ക് ഇല്ല നെഞ്ചിടിപ്പ് കുറവുണ്ട് എനിക്കറിയാം. സർ എന്റെ ഇല്ല ഉണ്ട് നെഞ്ചിടിപ്പ് കുറവുണ്ട്. ഇവിടെ അറ്റാക്ക് ഒന്ന് ഒരുത്തം വന്നിട്ട് ഹാർട്ട് ബീറ്റ് നോക്കാത്ത ഡോക്ടറാണ്. അല്ല സത്യമായിട്ട് നെഞ്ചെടുപ്പ് കുറവുണ്ട്. സത്യമായിട്ട് മാലിന്യക്ക് സത്യമായിട്ട് ദൈവത്തിനാണ് സത്യം. മാലിന്യക്ക് ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് മാലിയുടെ ഹസ്ബൻഡിനെ ഗൾഫിൽ നിന്ന് വരുത്തിച്ചാലേ ഉറപ്പാണോ? അല്ലെങ്കിൽ മാലിന്യക്ക് നെഞ്ചെടുപ്പ് പോകും. ഓക്കെ ഇപ്പൊ എന്താണ് മല്ലിനെ കൊണ്ടുപോകണം നിർത്തണോ? അല്ല മാലിയുടെ എത്രയും പെട്ടെന്ന് മാലിയുടെ സർ ഒരു ചേട്ടൻ ഇഞ്ചക്ഷൻ തരുമോ? വേണ്ട, ഇഞ്ചക്ഷൻ വേണ്ട. അയ്യോ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കൂ. എന്റെ ട്രിപ്പിന്റെ പകുതി ഞാൻ കൂടെ ഇവൻ ഏതാ മിണ്ടാരാ? നിന്നെ പൊലി ഞാൻ പിടിച്ചു കൊടുക്കും. മാലി എന്തെങ്കിലും സർ ഒന്ന് പുറത്ത് വരുമോ സർ? കുറച്ച് എന്തായാലും അവർ പറഞ്ഞില്ലേ സർ ഒരു കാര്യം ഞാൻ പറയാൻ. വെറുതെ പറഞ്ഞപ്പോ ഡോക്ടർ അങ്ങ് പോയോ? അടുത്ത പേഷ്യന്റിനെ വിളിക്കട്ടെ ഡോക്ടറെ? റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തോ? അല്ല ഞങ്ങള് മാട്രിമോണിയൽ അല്ല മാലിന്യ കൊണ്ടാക്കി ഡോക്ടറെ ഡോക്ടറെ ഇയാൾ ഇത്തരക്കാരനാണ്. ഡോക്ടർ വരൂ തിരിച്ച്. കഴിഞ്ഞു മാലിന്യ ഇതുപോലെ ഒരു ഡോക്ടർ എവിടെ കിട്ടും? ഒരു മനുഷ്യനെ കാണിക്കാതെ ഞാൻ മാലിന്യ വെളിയിൽ കൊണ്ടാക്കാൻ പോയത്. നിങ്ങൾ മാലിനി പ്രമാണിയാണ് മാലിനി. പ്രമാണിയാണ്. മാലിനി ഇവിടെ ഇരിക്കും മാലിനി. കേസ് കിട്ടരുത്, വള്ളിക്കിട്ട് സാധനമായി. ഏത് മാലിന്യ? പക്ഷെ അങ്ങനെ പറയല്ലോ, ഒരു പാവപ്പെട്ട ചേച്ചി കഷ്ടം. അവര് ഹസ്ബൻഡിനെ കാണാത്ത ടെൻഷൻ ഉണ്ടാ അതിന്റെ ചേച്ചി. ആയിരിക്കും അല്ലേ? അത് പിന്നെ അതിന്റെ ഒരു വിഷമാണ്. നമ്മളത് പാവം. നമ്മൾ ഇത്രയും പെട്ടെന്ന് നമ്മൾ പിരിവിട്ട് ടിക്കറ്റ് എടുത്ത് ചേട്ടനെ ഇവിടെ വരുത്തിക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഞാനേ കൊറേ നേരം ഡോക്ടർ നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് പട്ടാപ്പകല് 8:30 മണിക്ക് മറ്റേ ഇത് പിടിച്ചും കൊണ്ട് കാഷ്വാലിറ്റി എന്താ പറയുന്നത്? റൗണ്ട്സ്. ഹലോ ഒളിച്ചോടിയതാണല്ലേ ഈ ഇദ്ദേഹത്തിന്റെ കൂടെ? പുള്ളി ഒരുപാട് പേരുടെ കൂടെ ഒളിച്ചോടിയിട്ടുണ്ട്. ഞാൻ എന്നും കൊണ്ടുവരും തിരിച്ച്. നമ്മൾ ഒരാളെ കൂടെ ഇറങ്ങിപ്പോ അത് ആരാണെന്നൊക്കെ നോക്കണ്ടേ? അതിന് ചേട്ടൻ വേറെ പെണ്ണുങ്ങളെയാണ് കൊണ്ടുവരുന്നത്. ഞാൻ ഒറിജിനൽ അല്ല ഞാൻ നിങ്ങൾ രണ്ടുപേരും പോയപ്പോഴാണ് നിങ്ങൾ പോലീസ് ഊതിപ്പിച്ചത്. ഓ അപ്പൊ നിങ്ങൾ ഊതിയപ്പം എന്റെ വിഷയം ആൽക്കഹോളിക്കാണ്. നിങ്ങൾ രാവിലെ ഇവരെ കൂടെ വന്നത്. അതെ അപ്പൊ ഞാനും ഇദ്ദേഹം ഉറക്കമുള്ള അടിയാണോ അദ്ദേഹം? അല്ലല്ല നിങ്ങൾ നോക്കണം കേട്ടോ. മോര് തീർന്നെങ്കിൽ അല്ല ഞാൻ അടിച്ചേരെ ഇവളടിക്കും. അതിപ്പോ സമയം താമസം. എനിക്ക് പക്ഷെ കുറച്ചേ തരത്തുള്ളൂ. അത് ഞങ്ങളുടെ ദാമ്പത്യം. പക്ഷെ പോലീസ് ഊതിപ്പിച്ചപ്പോ രണ്ടുപേരും ഊതിയപ്പോഴും മിഷ്യൻ സൗണ്ട് കേട്ടെന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കൂടെ വരും, നമുക്ക് ആൽക്കഹോളിക് ടെസ്റ്റ് നടത്താറുണ്ട്. ശരി ഡോക്ടറെ ടൈം കഴിഞ്ഞു ഡോക്ടറിന്റെ അല്ലേ? ടൈം കഴിഞ്ഞാണ്. ശരി ഡോക്ടറെ കാണാം കേട്ടോ. ഇല്ലല്ലോ എനിക്ക് ഇനിയിപ്പോ ഇവിടെ പോണം. മാലിന്യ എനിക്ക് 4:30 ശേഷം അവിടെ ഡ്യൂട്ടി ഉണ്ട് എവിടെ? എയർപോർട്ടിന്റെ അടുത്ത്. ശരി പോയി രോഗി അയക്കോ. നല്ലൊരു ഐഡിയ കൊടുക്കും ഡോക്ടറിന്. രോഗി ഡെർമറ്റോളജിസ്റ്റ്. ക്യാരക്ടർ ചേഞ്ച്. അഖിൽ എന്തോ വരൂ. എന്തായിരുന്നു പ്രശ്നം? എനിക്ക് ചെറിയ ചൊറിച്ചില്. എവിടെയാണ്? നല്ല അടിയിട്ടേ പറഞ്ഞ പ്രശ്നമേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. കിടക്ക് നോക്കട്ടെ ഞങ്ങള്. എവിടെ ഒന്നും എവിടെയാ? അങ്ങനെ കിടക്കണം. എന്നിട്ട് കർട്ടൻ ഇട്. എന്നിട്ട് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈനക്കോളജിസ്റ്റ് അല്ല. അല്ല ഡെർമറ്റോളജി. കട്ടനിട്ട് കാണിക്കേണ്ട തലമൊന്നുമല്ല മുതുകിൽ തന്നെ. അതെനിക്ക് വരും. എവിടെയാണ് ചോദിച്ചത്? എത്ര ദിവസമായി ചൊറിച്ചിൽ തുടങ്ങിയിട്ട്? ചൊറിച്ചിൽ ഇപ്പൊ നിങ്ങളെ കണ്ടപ്പോഴേ ഉള്ളൂ. ഇത് ഇഞ്ചക്ഷൻ്റെതാ. ഇത് ഇഞ്ചക്ഷനാ. എന്ത് ഇഞ്ചക്ഷൻ? ഒരാഴ്ച അതെന്താണെന്നറിയോ? ആയിട്ട് വന്നിട്ട് എനിക്ക് രാവിലെ 9 മണി മുതല് വൈകുന്നേരം 5 മണി വരെ ഈ ചൊറിച്ചിലുള്ളൂ. പ്രത്യേകിച്ച് ഈ പെണ്ണുങ്ങളുടെ കുളിക്കടവിൽ എത്തുമ്പോൾ അപ്പോഴല്ലല്ല, കോളേജിന്റെ അടുത്താണ് എന്റെ വീട്. 9 മണിയാകുമ്പോ ഇതൊക്കെ വരും. 5 മണിയാകുമ്പോ പോവും. അതിനുശേഷം എന്റെ ചൊറിച്ചിലേ ഇല്ല. പിന്നെ രാത്രി 12 മണിക്ക് ശേഷം ഈ ഫേസ്ബുക്കിൽ ഇരിക്കുമ്പം ഈ പച്ചകത്തി കിടക്കുന്ന പ്രൊഫൈലുകൾ കാണുമ്പം എവിടുന്നോ ഒരു ആന്തലും ചൊറിച്ചിലും. ഇഞ്ചക്ഷൻ സ്കിന്നിന് മാത്രം പോരാ, ഓയിന്റ്മെന്റ് അകത്തേക്ക് ഇറക്കി കുത്തിയേക്ക്. എങ്ങനെ ഇറക്കി കുത്തും അത്? വലിയ നമ്മളിവിടെ ചെയ്തോളൂ. അപ്പൊ ഞാൻ ഒരു കാര്യം, എനിക്കൊരു ട്രിപ്പ് ഇട്ട് ഇവിടെ കിടന്നു. ഇവിടെ ട്രിപ്പ് ഒന്നും പോകാനൊന്നും പറ്റത്തില്ല. 5 മണി കഴിഞ്ഞിട്ട് പൊക്കോളാം. മുണ്ട് പൊക്കി കാണിക്കുന്നു. മുണ്ട് കൊടുക്കട്ടെ, അഴിഞ്ഞു കൊടുക്കാൻ. ഡോക്ടറെ വേണ്ട, എന്റെ അമ്മമാരെ കുഴമ്പ് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പോവായിരുന്നു. ബസ് 6:30 ആരെയാണ് കാണിക്കാനുള്ളത്? വേണ്ട 6:30 ആംബുലൻസിൽ പോകണം നമുക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല. ഇവരുടെ ഒരാഴ്ച ഞാൻ പോയേ തിരി വെറും ചായ വാങ്ങിച്ചോണ്ട് വരട്ടാ, ബിസ്ക്കറ്റ് മാറ്റോണ്ട് വരട്ടാ. എങ്ങോട്ടും ഇറങ്ങി പോവല്ലേ വാങ്ങിട്ട് വരണേ. ഇവര് ഇറങ്ങി പോവും കേട്ടോ. ബില്ലടക്കിയതേ 20,956. അമ്മമ്മ നിങ്ങളെ മുറുക്കാൻ പതിയിരിക്കണം. അതിനകത്ത് പൈസ വല്ലതും ചെയ്യണേ. ഇല്ല മോനെ. അമ്മമ്മയെ നോക്കിയോണേ. നോക്കാം
വേണ്ട മക്കളെ ഒരു അമ്മമ്മ നോക്കിയോണേ എന്താ കേട്ടാ. അസുഖം? ഞാൻ നോക്കിയോളാം. ഒന്നുമില്ല അയാൾക്ക് അവനാണ് ഭ്രാന്തുണ്ടോ? വെള്ളം കുടിക്കുന്നുണ്ടോ നന്നായിട്ട്? വെള്ളം ഒരു കുഴപ്പമില്ല അവൻ എന്നോട് പറഞ്ഞു ചൊറിയൊക്കെ എന്റെ തീർന്നോ? കൂടെ വരാൻ ഞാൻ ഇല്ല, ഇച്ചിരി ചെറിയ ബാക്കിയുണ്ട്, വേണോ? എനിക്ക് തോന്നുന്നു അങ്ങോട്ടേക്ക് റെഫർ ഒരു കാര്യം ചെയ്യ്, അതെ, നമുക്ക് ഭ്രാന്തിന്റെ ഡെർമറ്റോളജിസ്റ്റ് ആണ്. സ്കിന്ന് അങ്ങനത്തെ ഒരു അതിന്റെ കാര്യം ചെയ്യ്, വന്നതല്ലേ ഒരു ട്രിപ്പ് ഇട്ട് കിടന്നു. വയസ്സാം കാലത്ത് നല്ലതാ. ഹലോ ആ, ഈ മാമ ചേട്ടാ അമ്മമ്മയ്ക്ക് അല്ല കുഴപ്പം. അപ്പുറത്തെ വാർഡിൽ അപ്പൂപ്പൻ കിടക്കുകയാണ്. രാവിലെ ചൂണ്ടിട്ടുണ്ട് അപ്പൂപ്പന്റെ തലയില് അമ്മയ്ക്കെല്ലാം എടുത്തിട്ടുണ്ട് അമ്മമ്മ. അയ്യോ ഇത് ഡെർമറ്റോളജിസ്റ്റ് ആണ്. ആണല്ലോ ഇപ്പൊ ഞാൻ ഇത് എവിടെ കാണിക്കാത്? അത് വേറെ ആണ്ടാ എങ്ങോട്ട് ഇറങ്ങി പോവല്ലേ? അല്ല, ഞാൻ ഇരുത്താ, ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ട്രിപ്പിടാ അല്ലേ? വാ. താഴോട്ട് പോവേണ. എന്ത് എന്റെ പേഷ്യൻസ് വേറെ ബാക്കിയുണ്ടോ? വേറെ പേഷ്യൻസ് ഇല്ല. ഡോക്ടറിന്റെ സമയം കഴിഞ്ഞു ഡോക്ടറെ. ശരി. അടുത്ത ഡോക്ടർ വന്നോളൂ. ഡെന്റിസ്റ്റ് ആരായിരുന്നു? ഓർത്തോ. ഓർത്തഡോണ്ടിസ്റ്റ്. രോഗി നമുക്ക് ഇത് കാല് അഖിൽ. പിന്നെ എപ്പോഴും ഞാൻ രോഗി, എനിക്ക് ഇത്രയും മാത്രം എനിക്കെന്താ അസുഖം? ഡെന്റിസ്റ്റ് ഹലോ ഫൈൻ. I don't know. No idea. ഇരിക്കട്ടെ. പുള്ളിയെ കൊണ്ടുവന്ന He's my Cerelac baby. Cerelac baby. ഐ തിങ്ക് ഹീസ് ഷുഗർ ഡാഡി. No, he's Cerelac baby. ഹലോ ഇവിടെ ഡെന്റിസ്റ്റ് നോക്കുന്നു. ബാക്കിയാവത്താ അയ്യോ, ആ കാണിച്ചപ്പോഴാ നോക്കി ഡോക്ടറിന്റെ പൊഴുപ്പല്ല. വിശ്വാസം ഇല്ല എന്നെ. അത് കാര്യം ചെയ്യണം, സെറ്റ് ബെല്ലിൽ ഓപ്പറേഷൻ ചെയ്യല്ലേ, അത് ഊരി വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യണം, വിഷയവും. ആ ഇവിടെ സെറ്റ് ബെല്ലുണ്ട്. ആ സെറ്റ് ബെല്ലൊന്നും ഊരിയെടുത്തത് ഓർമ്മിട്ടാണ്. കുറച്ച് സിമ്മിനുണ്ടല്ലേ? സിമ്മിനും ചലിയും വേണ്ടി വരും. ഒരു പോടുണ്ട് അടയ്ക്കാനായിട്ട്. ഓക്കെ. അടക്കണ്ട, നമുക്ക് സ്വിമ്മിംഗ് പൂൾ ആക്കാം. പിന്നെ അമ്മയെ അടുക്കളയിൽ സഹായിക്കാറുണ്ടല്ലേ? നീ തന്നെ ഇവിടുത്തെ വാടക കിട്ടും. തേങ്ങ ചെറുകിയത് You പല്ലി are right. അത് രാവിലെ ഇപ്പൊ കഴിച്ചു. അത് കഴിച്ചാണോ? ഞാൻ വിചാരിച്ച അമ്മയെ തേങ്ങ കുടിക്കെന്താ പ്രശ്നം? എനിക്ക് പല്ല് 3 പുഴുപ്പല്ല. അതാ നന്നായിട്ട് പല്ല് കഴിക്കണം. ഓക്കെ. ബ്രഷും പേസ്റ്റ് ഒക്കെ അറിയോ? കണ്ടിട്ടുണ്ടോ? വർഷത്തിൽ എത്ര വട്ടം പല്ല് കഴിക്കും? വർഷത്തിലാണ്. അല്ല, ഒരു ദിവസം ഒരിക്കൽ. ആ അത് 3 വർഷം. 3 തവണ. ഡോക്ടറിന് ചില പ്രശ്നമുള്ളത്. 3 തവണ ആക്കണം കേട്ടോ. ഓക്കെ. എന്നാലും എഴുതരാം. പല്ല് കഴിക്കാൻ മറക്കരുത്. എന്ത് പല്ല് എഴുതി തരൂ? പല്ലല്ലേ എഴുതരുന്നത്? കൗണ്ടറോ കൗണ്ടർ, ചളിയോ ചളി. ഓക്കെ. ഞാൻ വെയിറ്റ്. അപ്പുറത്ത് പോയൊരു 1000 മണീസ് അടച്ചിട്ട്. അല്ല മാഡത്തിന് തെറ്റിപ്പോയതാണ് ഡോക്ടറെ. 8000 ആണ്. 3 ഉണ്ട്. 8000 ആയിരുന്നു പറഞ്ഞു തരണ്ടേ? ഞാൻ ഡോക്ടർ പുതിയതായിട്ട് മാറ്റമുണ്ട്. 8000 ഉണ്ട്. കാരണം 3 ഉണ്ട്. അതിന്റെ ക്യാവിറ്റി പിന്നെ അതല്ലാണ്ട് ക്യാവിറ്റി 8000 ആകുമ്പോ ഒരു പല്ലിന് എത്ര ഡോക്ടർ? അങ്ങനെയല്ല, നമ്മൾ ഓഫറാ. അപ്പൊ അത് അടച്ചിട്ട് പോവാം കേട്ടോ. പൈസ തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പല്ല് തരണോ? പൈസ തന്നിട്ട് വേണേ പിന്നെ വന്ന് എടുത്താലും മതി. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ശരി ഡോക്ടറെ, താങ്ക് യു. നല്ല ഡോക്ടറിന്റെ ടൈമിംഗ് കഴിഞ്ഞു. കഴിഞ്ഞു. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ഡോക്ടർ വരാൻ പോവുകയാണ്. കണ്ണിന്റെ ഡോക്ടർ. ഒഫ്തമോളജിസ്റ്റ്, കണ്ണിന്റെ ഡോക്ടർ. കണ്ടിട്ട് ഡോക്ടർ പോയിട്ട് വാ. കണ്ണിന്റെ ഡോക്ടറിന് ടെലസ്കോപ്പ് വേണ്ട, മറ്റേ ഇതാണ് വേണ്ടത്. എനിക്ക് അത് താ. ഞാൻ ഇത്തിരി ദേഷ്യമുള്ള ഡോക്ടറാണ്, ഭയങ്കര ദേഷ്യമുണ്ട് എനിക്ക്. എന്ത് കണ്ണിന്റെ ഡോക്ടർ. ഓ ഇത് കണ്ടാണ്. എടുത്തിട്ടാണോ ആ എടുത്തു സത്യം ഒരു ഹാഫ് ഒരു ഫുള്ള് കൊടുത്തിട്ട് ഡോക്ടർ കണ്ണിന്റെ ഡോക്ടർ അല്ലേ? ഓ. എനിക്കറിയില്ല ഡോക്ടർ. ഒരു 2 മാസമായിട്ട് എന്റെ കറുത്ത പാന്റിൽ 2 കണ്ണ്. എന്റെ കറുത്ത പാന്റിൽ 2 കണ്ണ്. നിങ്ങളെ കള്ള പറഞ്ഞിവിടെ കണ്ണിന്റെ ഡോക്ടർ. You got the joke? എനിക്ക് ഈ കിട്ടിയില്ല. രോഗി ഈ രോഗി അതെന്താ അത്? കറുത്ത ഈ ഒരു കാര്യം പാന്റിന് ചെയ്യ്. വന്ന് കവന്ന് കിട ഞാൻ ഞാൻ ചോദിച്ചപ്പോ ഒരാൾ പറഞ്ഞു വീട്ടിൽ നിരങ്ങിയാണോ പോകുന്നത്, അതുകൊണ്ടാണ് കറുത്ത പാന്റ്. ഡോക്ടർ അതെന്താന്ന് പറഞ്ഞു തരൂ ഡോക്ടർ. ആ 2 കള്ളിൽ ഒരു കള്ളെങ്കിലും അടച്ചിട്ടേ ഞാൻ ഇവിടുന്ന് വിടുള്ളൂ. കവന്ന് കിട. എനിക്ക് കള്ളത് നോക്കണം. ഇല്ലല്ലോ കണ്ടു കാണിക്കും. ഇതല്ല എന്റെ കറുത്ത പാന്റിൽ ഈ കണ്ണൊന്ന് കാണിക്കാൻ. എവിടെ നോട്ട്. ഇന്നലെ അടിച്ച ഓപ്പിയിൽ 2 പേർക്ക് ഇപ്പോഴും കള്ളി കിടപ്പുണ്ട്. പിടിച്ചോണ്ട് പോവാൻ ഡോക്ടറെ എന്റെ ഹോസ്പിറ്റലിൽ വളരെ പ്രത്യേക ട്രീറ്റ്മെന്റ് ആണ്. ഞാൻ ഈ രോഗി എങ്ങനെയായിരിക്കും അതേ ലെവലിലേക്ക് ഞാൻ ഇറങ്ങും. ഞാൻ അവരുടെ കൂടെ എൻജോയ് ചെയ്യും. അവരെ ഹാപ്പി ആക്കിയതിന് ശേഷം ഞാൻ ഓപ്പറേഷൻ ചെയ്യും. ചില സമയത്ത് ഞാൻ അടിയിൽ ചുമന്ന പാന്റ് എടുത്തിട്ട് അതിന്റെ മേളിൽ ഈ കറുത്ത പാന്റിടും ആൾക്കാർ വിചാരിക്കും സ്പൈഡർമാൻ. ആ 2 കണ്ണുകൾ മൂടണം. നമുക്കെന്നാ മൂടിക്കൊടുക്കാം. പ്രിയ സുഹൃത്തുക്കളെ എല്ലാരും വാ. ഈ ഡോക്ടർ ഹോസ്പിറ്റാലിറ്റി ഒക്കെ തൽക്കാലം കഴിഞ്ഞെങ്കിൽ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടന്നാലോ? നമുക്ക് തുടങ്ങാം. അതെ, എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക്
നമുക്ക് എനിക്ക് ഒരു പേഷ്യന്റ് കൂടി കൊണ്ടുവരാണ്ട് എന്റെ പൊന്നെ ഞാൻ പഠിച്ചു ഞാൻ കോമഡി മാസ്റ്റേഴ്സിൽ ഒരു ഷോട്ട് വെൽക്കം ബാക്ക് Hello. ടു കോമഡി മാസ്റ്റേഴ്സ്. ഒരു മിനിറ്റ്. ഹലോ അന്നെ നല്ല കുഴപ്പമാണോ? കുഴപ്പമില്ല. ഞാൻ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലുണ്ട്. അതെ, ഇവിടെ നല്ല ഡോക്ടേഴ്സ് വല്ലതും ഉണ്ടോ പൈൽസിന് പറ്റിയ? ആണല്ലേ, ലേഡി ഡോക്ടറാണോ? അളിയാ പിന്നെ പൈൽസിന്റെ നല്ല ഡോക്ടറാണ്, അതും ലേഡി ഡോക്ടർ. വാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, വാ വരുവോ? ഓ, അളിയന് പൈൽസിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, അപ്പൊ ലേഡി ഡോക്ടർ എന്ന് പറഞ്ഞാൽ അളിയൻ വരും. ചെറിയ പുള്ളിക്ക് ചെറിയൊരു ഇതുണ്ട്, ചമ്മലുണ്ട്, എന്നാലും കുഴപ്പമില്ലല്ലോ. ഡോക്ടർ ഉണ്ടെന്ന്. അതെ. ഡോക്ടർ അല്ലേ? ഒരു 10 മിനിറ്റ് വരും. 10 മിനിറ്റ് എടുക്കുമോ? അപ്പൊ അത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യണമല്ലോ. ഇതായിരുന്നു അല്ല, ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. ജസ്റ്റ് വിസിറ്റ്, അത്രേ ഉള്ളൂ. ചേട്ടന് പൈൽസ് ആണ്, ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി ഒന്നാണ്. നീ എന്തിനാ കാണുന്നവരോടൊക്കെ എനിക്ക് പൈൽസാണ് പറയുന്നത്? ജോലിക്കാരാണെന്ന്. എടി, എനിക്കൊരു കൊച്ചസുഖമുണ്ട്, അതെല്ലാവരോടും ഇങ്ങനെ തൊള തുറന്ന് പറയേണ്ട കാര്യം എന്താണ്? നിങ്ങൾക്ക് പൈൽസ് അല്ലേ, അല്ലാതെ എയ്ഡ്സ് ഒന്നും അല്ലല്ലോ. അന്ന് ഞാൻ മൂലക്കുരു എന്ന് പറയാം. മിണ്ടരുത്, നിനക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറഞ്ഞില്ല. പോയി ഒന്ന് പോയിക്കൂടെ? ഒന്ന് നോക്കിക്കോട്ടെ, ഞാനിപ്പോ വരാം. പിന്നെ ഞാൻ ഉള്ള കുട്ടിയല്ലേ എന്നെ നോക്കി നിൽക്കാനായിട്ട്. നിങ്ങൾ എവിടെയെങ്കിലും പോവാതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? ഇത് 80% പേർക്കുള്ള അസുഖമാണ് പൈൽസ്. ഇനി നിങ്ങൾ ഇങ്ങനെ വിഷയം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് പാരമ്പര്യ അസുഖമാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. പിന്നെ വിത്തിട്ട് മുളച്ചു വന്നാണോ ഇയാൾ? അല്ല, എന്റെ പേപ്പറിൽ നിന്ന് വെട്ടിയെടുത്താണ്. താനൊന്ന് പോയിടും. ഇത് ഇത്ര പ്രശ്നമുള്ള അസുഖമല്ലെന്ന് എന്താണ് വിഷയം? ഇയാൾ ഇങ്ങനെ കിടന്ന ടെൻഷനാണ്. ഒരു ടെൻഷൻ എടോ, ഞാനൊരു ബിസിനസ് മാൻ ആണ്. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് പൈൽസ് ആണെന്നൊക്കെ പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അത്രേ ഉള്ളൂ. നിങ്ങൾ പെണ്ണുമ്പിളായിട്ട് ഉടക്കണോ? അത് ഭയങ്കര വിഷയമായിട്ട് വന്നു. ഒന്നും പറയണ്ട, ഭയങ്കര ശല്യമാണ് അവളെ കൊണ്ട്. എന്റെ ഭാര്യയില്ലേ, ആ. എനിക്ക് ഒരു പ്രശ്നമില്ല, ഒരു ശല്യമില്ല അവളെ കൊണ്ട്. എനിക്ക് തരൂ. എന്നിട്ട് എന്റെ ഭാര്യ താരെടുത്തു. എന്റെ ഭാര്യ എന്നെ കണ്ടി കാണാൻ കൊള്ളാൻ ഒരാളെ കണ്ടപ്പോ അയാളോട് അങ്ങ് പോയി. ഞാനിപ്പോ എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അതെല്ലേ? ആ, ഭാഗ്യവാനെ. എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെ പുറകേന്ന് മാറുകയുമില്ല, വേറൊരുത്തന്റെ കൂടെ പോവുകയില്ല. ഭയങ്കര ശല്യമാണ്. പെട്ടതാ. എന്തൊരു കഷ്ടമാണെന്ന് നോക്ക്. ശ്ശെ, അപ്പൊ ഡോക്ടർ വരാൻ ഇനിയും 10 മിനിറ്റ് എടുക്കും. എന്താ ചെയ്യാ? ദീപക്കെ നിൻസി, ഇളം കാറ്റിലാടി വരൂ നീ. എത്ര വർഷമായി കണ്ടിട്ട്. എടി, എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ നിന്നെ എനിക്ക് മനസ്സിലായില്ല. നീ ആകെ ഇത്തിരി വണ്ണമൊക്കെ വെച്ച്. ആണോ? ദൈവമേ, സ്കൂളിൽ പഠിച്ചപ്പോ ഞാൻ ഇങ്ങനെയല്ലേ ഇരുന്നത്. അതെ, അന്ന് കണ്ടതല്ലേ, പിന്നെ നിന്നെ ഇപ്പോഴല്ലേ കാണുന്നത്. അതെ, അതെ, അതെ. നീ എന്താ ഇവിടെ? ഞാനൊന്ന് കട്ട് ചെയ്യാൻ വന്നതാ. എന്ത് കട്ടിയാ? അല്ല, ഫോൺ പെട്ടെന്ന് കട്ടായി. ഞാനേ വേറൊരു ഡീലിന് വേണ്ടിട്ട് വന്നതാ. അല്ല, നീ എന്താ ഇവിടെ? എടാ, ഞാനിപ്പോ ഈ ഹോസ്പിറ്റലിലെ വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോ ഇവിടുത്തെ ഡോക്ടറാ. നീ ഡോക്ടറാണെന്നറിയാം, പക്ഷെ ഈ ഹോസ്പിറ്റലിലെ ഡോക്ടറാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഇവിടുത്തെ ഡോക്ടറാ. അതല്ലേ? എന്റെ ദൈവമേ. എടാ, സ്കൂളിൽ പഠിച്ചപ്പോ നമ്മൾ എന്തൊരു പ്രേമമായിരുന്നടാ. പിന്നെ നിനക്കതൊക്കെ ഓർമ്മയുണ്ടാ? ഓർമ്മ ഉണ്ടാന്ന് മറക്കാൻ പറ്റുമോ? ഇനി ഞാനൊരു സത്യം പറയട്ടെ, ഇപ്പോഴും എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. നീ എന്താ തിരിഞ്ഞു നോക്കുന്നു? അല്ല, പറയുന്ന അടിവനുണ്ടാന്ന് നോക്കിയതാണ്. എന്റെ ദൈവമേ, അന്ന് എത്ര നാള് നീ എന്റെ പുറകെ നടന്നിട്ടാ ഞാൻ നിന്നെ ഇഷ്ടമാന്ന് പറഞ്ഞത് അല്ലേ? അതെ. ഇഷ്ടമാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ തൊട്ട് പിന്നെ എന്തൊരു രസമായിരുന്നല്ലേ. നേരം വെളുക്കാൻ കാത്ത് സ്കൂളിലേക്ക് ഓടി വരാനായിട്ട്. അതെ, അതെ. മണിയുടെ ശബ്ദം കേട്ടാ ഞാൻ ഓടി വരുമായിരുന്നു. അപ്പൊ നിനക്ക് മണിയനുമായിട്ട് ബന്ധമുണ്ടായിരുന്നല്ലേ? ഏത് മണിയൻ? എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. ഏത് മണിയെന്ന്? മണിയൻ കേസ്. അവന്റെ ശബ്ദം കേൾക്കുമ്പോ നീ ഓടി വരുമെന്ന് പറഞ്ഞു. ഒന്ന് പോടാ അവിടുന്ന്. മണിയനും ഒന്നും അല്ല. മണി ബെല്ലടിക്കുമ്പോഴത്തേക്ക് ഞാൻ ഓടി വരുമായിരുന്നു നിന്നെ കാണാനായിട്ട്. നിനക്കേ ലവ് ലെറ്റർ തരാൻ വേണ്ടി ഞാനൊരു വരവ് വന്നിട്ടാ ടീച്ചറിന്റെ എനിക്ക് ഓർമ്മയുണ്ട്, മറ്റേ മലയാളം ടീച്ചർ പിടിച്ചതല്ലേ, ഉഷ ടീച്ചർ. എന്റെ പൊന്നെ, എന്നിട്ട് ആ ടീച്ചർ നിന്നെ എന്തോരം തല്ലിയല്ലേ. എന്റെ പാട് ഇപ്പോഴും എന്റെ കാൽമേലുണ്ട്, പോയിട്ടില്ല. ശരിക്കും പറഞ്ഞ ആ ടീച്ചർ നിന്നോട് ഇത്തിരി കുശുമ്പായിരുന്നു. എനിക്ക് കുശിമ്പോട്ടൊന്നുമില്ല. ടീച്ചർ ആ ലവ് ലെറ്റർ വായിച്ചു നോക്കി, എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്തിനാടാ നിന്നെയൊക്കെ മലയാളം പഠിപ്പിക്കുന്നത്. അക്ഷര തെറ്റായിരുന്നു. അയ്യോ, എന്തായാലും നിന്നെ കാണാൻ പറ്റിയല്ലോ. എന്തായാലും ഞാൻ പ്രേമിച്ച പെണ്ണ് ഡോക്ടറായല്ല, എനിക്ക് സന്തോഷമായി. ശരി, നീ പ്രേമിച്ച പെണ്ണ് ഡോക്ടറായി, എന്റെ പുറകെ നടന്ന നീ എന്തായി? ഒന്നും ആയില്ല. അല്ല, അങ്ങനെയല്ല, ഡോക്ടർ വക്കീൽ അങ്ങനെ ഒന്നും ആയില്ല. ഞാനിപ്പോ വലിയൊരു ബിസിനസ് മാഗ്നറ്റ് ആയല്ലോ. അല്ല, നീ ഇപ്പൊ എന്താ ഇവിടെ വന്നേന്നാ പറഞ്ഞത്? എടി, നീ പുറത്താരോട് പറയണ്ട, ഞാൻ ഈ ഹോസ്പിറ്റലില്
വാങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഈ ഹോസ്പിറ്റലാ? ആ അത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ ഒരു മീറ്റിംഗ് ഉണ്ട് ക്ലൈന്റ് ആയിട്ട്, അതിന് വേണ്ടിട്ട് ഞാൻ വന്നതാണ്. എന്റെ ദൈവമേ, നീ എങ്ങാനും ഈ ഹോസ്പിറ്റൽ വാങ്ങിച്ച ഞാൻ പിന്നെ നിന്റെ തൊഴിലാളിയാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്റെ മുതലാളിയൊക്കെ ആയിരിക്കും, പക്ഷെ ഞാൻ നിന്റെ മുതലാളി എന്നൊന്നും വിളിക്കൂല. ഞാൻ ദീപക്കെന്ന് വിളിക്കുന്നു. നീ എന്നെ ദീപക്കെന്ന് വിളിച്ചാൽ മതി, നിന്റെ പഴയ ദീപക്ക് തന്നെയാണ് ഞാൻ. ശരി കേട്ടോ, ഞാനൊന്ന് റൗണ്ട്സിന് പോയിട്ട് വരാം. നീ ഇവിടെ ഉണ്ടാവുമല്ലോ? ഞാൻ ഇവിടെ ഉണ്ടാവും, ഞാൻ മീറ്റിംഗ് ആണല്ലോ. ഓ ശരി ശരി, ബൈ. ഓക്കെ ഓക്കെ. പരിപാടി എന്ന് പറഞ്ഞാല് അതെ, ഇപ്പൊ പോയ ഡോക്ടർ എന്തിന്റെ ഡോക്ടർ, ഇവിടുത്തെ ഡോക്ടർ. അത് എന്തിന്റെ ഡോക്ടറാ? പൈൽസിന്റെ മെയിൻ ഡോക്ടറാണ് ഇവിടുത്തെ. ഈ ഡോക്ടർ വന്നേ പിന്നാണ് പൈൽസിന് വേണ്ടി ഇത്രയും ആൾക്കാർ ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയത്. അല്ല അപ്പൊ എന്റെ അസുഖമൊക്കെ പൈൽസ് ഒക്കെ പുള്ളിക്കാരിയാണോ നോക്കണത്? അവരാണ് നോക്കുന്നത്. ഒന്നുകൊണ്ടും പേടിക്കണ്ട, പൂ പറിക്കുന്ന ലാഭത്തോടെ പുള്ളിക്കാരി ചെയ്ത്. പൂങ്കായ്മൊന്നും തുടങ്ങാൻ സമ്മതിക്കില്ല. അയ്യേ, അല്ല ഒരു പ്രശ്നമില്ല, അവര് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട് ഡോക്ടറാണ്. ഇത് ശരിയാവൂല. ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്? ചേച്ചി ഇത് എവിടെ പോയതാണ്? അയ്യോ എന്റെ ചേട്ടൻ അവിടെ പോയി. പുള്ളി പോയവരെ നിങ്ങൾ എവിടെ പോയതാ? ഞാനേ ആ റേഷൻ കാർഡിന്റെ കോപ്പി കൊടുക്കണോന്ന് പറഞ്ഞ ആ പെണ്ണ്, എന്നാലേ ഇവിടുന്ന് മുട്ടയും പാലും ബ്രെഡൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അല്ല പുള്ളി ബിസിനസ്സുകാരനല്ലേ? ആര്? ചേട്ടൻ അത്ത ചിട്ടിയാണുള്ളത്. അതിന്റെ പിരിവിന് പോകും. ഞാൻ വേറെ പണിക്കും പോണോണ്ടൊക്കെയാണ് ജീവിക്കണത്. അത്ത ചിട്ടിയുടെ കാര്യമാണ് ബിസിനസ് എന്ന് പറഞ്ഞത്. പിന്നല്ലാണ്ട് പൊന്നെ, അല്ല ഇത് പുള്ളി ഈ ഹോസ്പിറ്റലിന് വിലയൊക്കെ പറഞ്ഞെന്ന്. ഈ ആശുപത്രി മേടിക്കാൻ പോണെന്ന് മേടിക്കാൻ പോകുന്നു. കിടക്കാൻ ഒരു ബെഡ് അന്വേഷിച്ചാണ് ഞാൻ ഈ നടപ്പൊക്കെ നടന്നു കൂട്ടിയത്. പുള്ളി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണല്ലോ നടക്കുന്നത്. ആ അതെന്താണെന്നറിയാമോ? കൂളിംഗ് ഗ്ലാസ് ഒന്നും അല്ല അത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ തിമിരത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വെച്ച ഗ്ലാസ് ആണ്. തരാന്നും പറഞ്ഞ് മേടിച്ചോണ്ടോ പോയതാ. ചെല്ലുമ്പോ തന്നെ തിരിച്ചു കൊടുക്കണം. ഇല്ല. അതെ, 3 കോടി വാങ്ങി പോയിട്ട് പിന്നെ അതിന്റെ ഫണ്ട് എന്തുകൊണ്ട് ചെയ്തില്ല? നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവാണ്, അപ്പൊ നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ? 3 കോടിയുടെ കാര്യമൊക്കെ പറഞ്ഞോണ്ടല്ലോ പുള്ളി. അത് ലോട്ടറി കച്ചവടത്തിന് വാറിന്റെ ഇടയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് കാശ് കൊടുത്തിട്ടില്ല. അതെ, ഒരു പേഷ്യന്റ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു പേഷ്യന്റ് നോക്കാണ്ട് അയാളെ കണ്ടില്ലല്ലോ. പെട്ടെന്ന് വിളിക്കും. എനിക്ക് അയാളെ കൂടെ നോക്കിയിട്ട് വേണം ഇറങ്ങാനായിട്ട്. ചേട്ടാ ഒന്ന് വന്നേ, ഡോക്ടർ വന്നു. ശരി, ഞാൻ വിളിക്കാവേ. ഓക്കെ 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 ഓക്കെ. ദീപക്ക്, നീ ഇതുവരെ ക്ലൈന്റിനെ കണ്ടില്ലേ? ആ ക്ലൈന്റ് മിക്കവാറും കട്ടായി പോകുന്ന എനിക്ക് തോന്നുന്നത്. ആണോ? നിങ്ങൾ വിളിക്കും. നിങ്ങളുടെ ഹസ്ബൻഡ് ആണോ? വിളിക്കും ആളെ. എന്റെ കെട്ടിയവനാണ് ഡോക്ടർ ഇത്. ദീപക്കെ, നിനക്കാണോ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ലെന്നോ? എന്റെ ഡോക്ടർ ഇയാൾക്ക് പൈൽസ് ആണ്. നിനക്കാണോ പ്രശ്നം? സത്യം പറ. എനിക്കൊരു പ്രശ്നമില്ല. ഐ ആം പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. എന്റെ പൊന്നേ, പിന്നെയും പറഞ്ഞേട്ടെ പ്രശ്നമില്ലെന്ന്. എന്റെ ഡോക്ടറെ ഞങ്ങളുടെ കൊച്ചിന്റെ സ്നാഗിയും കൂടി വെച്ചിട്ടാണ് ഈ വന്നേക്കണത്. ദീപക്കെ, നിനക്കാണോ പ്രശ്നം? സത്യം പറ. എനിക്കൊരു കുഴപ്പമില്ല. നീയാണ് തീരുമാനിക്കുന്നത്. MBBS പഠിച്ചത് ഞാനാണ്. നീ MBBS എടുത്തത് കാണാൻ വേണ്ടിട്ടാണോ? ശരിയാവൂല. എടാ, നീ ഒന്ന് കേറി കിടന്നേ, ഞാനൊന്ന് നോക്കട്ടെ. ഇത്ര നാണക്കേട് വിചാരിക്കുന്നത്? ഡോക്ടർ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കുന്നേ. ബാത്റൂമിൽ കയറിയിട്ട് വാവിട്ടാണ് ഡോക്ടറെ നീ എന്തിനാണ് ഇത്ര നാണക്കേട് നോക്കുന്നത്? വന്ന് കേടന്നെ, ഞാനൊന്ന് നോക്കട്ടെ. ഒന്ന് സംസാരിക്കും. നിങ്ങൾ ഒന്നും പറയണ്ട. ഒന്ന് വന്നേ. നിങ്ങൾ ഈ ഡോക്ടറെ കാണിക്കാൻ പറ്റില്ല, വേറെ ആരെ വേണേലും കാണിച്ചാൽ ഇവരെ കാണിക്കാൻ സമ്മതിക്കില്ല. നമുക്ക് പോവാം. ദീപക്കെ, താൻ എന്തോടെ വായിട്ട് നോക്കി എല്ലാരും ഒന്ന് വന്നേ. അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഒന്ന് വന്നേ. എല്ലാവരും കയറി വന്നേ. ഒറ്റ മേത്തോട്ട് വരും. ഒന്ന് പിടിച്ചേ. അങ്ങോട്ട് കമ്മത്തി കിടത്തിക്കേ. നോക്കട്ടെ. ഡോക്ടർ നോക്കട്ടെ. മാറ്റരുത്. എന്താ ഇത്? അത് തുറപ്പൻ. കുഞ്ഞിനാണ് വന്ന് കരപ്പന്റെ പാടാ. മാറ്റിക്കേ. കണ്ട്. എന്റെ പൊന്നെ, ഇത് സമയത്ത് കാണിക്കാതെ മൊത്തം കുളമായി പോയല്ലേ ദീപക്കെ. സാരില്ല, പേടിക്കൊന്നും വേണ്ട. ഇതൊരു കുഞ്ഞ് സർജറിയുടെ ഒരു ആവശ്യമുള്ളൂ. നമുക്ക് നാളെ അതങ്ങ് ചെയ്യാം. പതുക്കെ എഴുന്നേറ്റ് എന്നെ നോക്കിക്കേ. നോക്ക്. ഞാൻ നോക്കൂല. എനിക്ക് കാണണ്ട. എനിക്ക് കാണണ്ടോ ഇപ്പൊ കിടന്ന് പറയുന്നത്? നേരത്തെ എനിക്ക് ഒരാളെ മാത്രം കാണിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ ഈ ആശുപത്രിയിലുള്ള മൊത്തം ആൾക്കാർ കണ്ടില്ലേ? എന്നിട്ട് മതിയാലോ നിങ്ങൾക്ക്? ഒന്ന് പോണോന്ന്.
കോമഡി മാസ്റ്റേഴ്സ് അങ്ങനെ ഒരു ഹോസ്പിറ്റൽ സീനിന് ശേഷം പൈസയുടെ കാര്യത്തിലൊക്കെ തീരുമാനമായ നമുക്ക് അടുത്ത എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കലാപരിപാടി? സ്വാഭാവികം നമ്മളല്ലേ. ഓ നിങ്ങളായതുകൊണ്ട് പെർഫോമൻസ് ആയിരിക്കും. നമ്മളായോണ്ട് പെർഫോമൻസ് അല്ല, കിറ്റാണ്. ഓ ഗംഭീരം. അതായത് മലയാള സിനിമയിലെ ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെട്ട ജോഡികളായിരുന്നു ചാക്കോച്ചനും ശാലിനിയും. അതെ, പക്ഷേ ശാലിനി റയർ ആയിട്ട് മറ്റു നടന്മാരുടെ കൂടെ അഭിനയിച്ചിട്ടുള്ളൂ, വളരെ കുറവായി. ദിലീപേന്റെ കൂടെ ചെയ്തൊരു സിനിമ ഇടാന്നുറ. അതായത് അല്ല മമ്മൂക്കയും ശോഭനേഷ് സിസ്റ്റർ ആയിട്ടാണ്. അല്ല ദിലീപേന്റെ പേര് മമ്മൂക്കയുടെ സിസ്റ്റർ. വേറൊരു പടം അതെ അതെ അല്ലെ, സുന്ദര കിലാടി കിടലൻ സിനിമയില്ലേ, സുന്ദര കിലാടി നമ്മുടെ പിള്ളേര് ചെയ്യാൻ പോവാ. കാണട്ടെ, കണ്ടിട്ട് പറ. പ്രിയമുള്ള സ്വപ്ന ഭൂമി നിവാസികളെ, ഞാനിവിടെ വളരെ വലിയൊരു പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സ്വപ്നഭൂമിയിൽ ഒരു തുള്ളി വെള്ളമില്ലെന്ന കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. ഇനി അത് പറഞ്ഞ് എന്റെ തൊണ്ടിയിലെ വെള്ളം കൂടി ഞാൻ പറ്റിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഒരു കിണർ ഒഴിക്കാൻ ആ സുന്ദരകില്ലാടി ഏൽപ്പിച്ചതാ. ഈ കാണുന്ന മൊത്തം കിണറും അയാൾ കുഴിച്ചതാ. എത്രയും കിണർ കുഴിച്ചിട്ട് ഒരു തുള്ളി വെള്ളം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് പ്രതിഷേധമായിട്ടാണ് എന്റെ ഈ അച്ഛൻ നിരാഹാരം കിടന്നത്. അത് 62 വയസ്സ്. എന്റെ അച്ഛൻ വയസ്സല്ല ദിവസം 32 ദിവസം പട്ടി കിടന്നത്. എന്റെ അച്ഛൻ എത്രയെന്നറിയോ ഒരു രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ നല്ല ചിക്കൻ കാലം കഴിക്കുമ്പോ അച്ഛൻ നോക്കിയിരിക്കും. ഞാൻ നല്ല തണുത്ത ഷാർജ കുടിക്കുമ്പോ അച്ഛൻ നോക്കിയിരിക്കും. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന അച്ഛൻ എങ്ങാനും തളർന്ന് വീണ അച്ഛന്റെ മുമ്പിൽ പാൽ പാച്ച വെച്ച് എല്ലാവർക്കും അച്ഛൻ പ്രതീക്ഷിക്കണ്ട. ഇനി എങ്ങാനും അച്ഛൻ തട്ടിപ്പോയാ അച്ഛന്റെ 16-ന് ഇഡ്ഡലി സാമ്പാറും എല്ലാം ഞാൻ കൊടുക്കുക. ചിക്കൻ ഇങ്ങനെ കുഞ്ഞുകുഞ്ഞാന്നെരിഞ്ഞ് നല്ല കുരുമുളക് പിടിച്ച അൽഫാം കൊണ്ടുവന്നേ എല്ലാവർക്കും കൊടുത്ത പിന്നെയും പ്രതിഷേധിക്കും. അച്ഛൻ പോയില്ലേ അച്ഛാ? പ്രിയ സുഹൃത്തുക്കളെ, ഇത്രയും ദിവസം പട്ടിണി കിടന്ന എന്റെ അച്ഛന് നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. അച്ഛാ നോക്കിക്കൊണ്ടിരിക്കും. മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര. അച്ഛൻ ഇതിനിടയ്ക്ക് മാജിക്കും പഠിച്ചോ? മാജിക് അല്ലടി, വിശന്ന് കുടലൊട്ടിയപ്പോ കൈ കിട്ടിയ തോരനെടുത്ത് വായിക്കാതിരുന്നതാ. മനുഷ്യന്മാരായ ഇത്രയ്ക്ക് ആക്രമണം പാടില്ല. പ്രിയ സുഹൃത്തുക്കളെ, ഇത്രയും ദിവസം നിരാഹാരം ചെയ്ത എന്റെ അച്ഛൻ നിങ്ങളുടെ മുമ്പിൽ 2 വാക്ക് സംസാരിക്കാൻ വരുന്നതാണ്. അച്ഛ 2 വാക്ക്. വെള്ളം വെള്ളം. ആശ 2 വാക്ക് നീനാടെ പോയി നിക്ക്. വെള്ളം. മോളെ, എനിക്കിനി നിരാഹാരം കിടക്കാൻ വയ്യ. എടി, ഇവിടെ കിണർ കുത്താൻ വന്ന ആ സുന്ദരക്കില്ലാടി ഏത് കിണറ്റിനകത്താ? ഞങ്ങളെ വീടിന്റെ കിണറ്റിൽ വെള്ളം വന്നേ. വെള്ളം വന്നോ? വെള്ളം വന്നാ കിണറിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലേ എനിക്ക് വെള്ളം കുടിക്കണം. അതല്ലേ ദേവു വെള്ളം വെള്ളം പറഞ്ഞാർന്നേ. അതായിരുന്നു. നീ എന്തോ നോക്കിയിരിക്കാ? പോയി വെള്ളം എടുത്തോണ്ട് വാടി. കില്ലാടി, നീ 1 കിണറെന്ന് പറഞ്ഞിട്ട് ഈ 1 ഏക്കർ സ്ഥലത്ത് നീ 450 കിണർ കുഴിച്ചിട്ടേക്കണം. എനിക്കാണിപ്പോ പുറത്തിറങ്ങി നടക്കാനും വയ്യ. എടാ, ആൾക്കാർ ചോദിക്കുന്ന പഞ്ചായത്തിൽ നിന്ന് 450 കക്കൂസ് കുഴിക്ക് അനുവദിച്ചോന്ന്. പിന്നെ മാമ, ഈ കിണറിനകത്തെ കണ്ട ഫുള്ള് പാറയാണ്. പൊട്ടിച്ചേ ശരിയാവൂ. ശരിയാ, പൊട്ടിച്ചേ ശരിയാവൂ. ഞാൻ ഇവിടെ കിണർ കുഴിച്ചു ഇവിടെ ഫുള്ള് കുളമായി. എങ്കി ആ കുളത്തിന്നെങ്കിലും ഒരു തുള്ളി വെള്ളം എടുത്തു കാടാ. ഇറങ്ങണ്ടായിരുന്നേ. എങ്കി അവിടെ തന്നെ ഇരി. അതല്ല, ഈ പണിക്ക് ഇറങ്ങണ്ടായിരുന്നു. അങ്ങനെ
കൂട്ടുകാരൊക്കെ പഠിച്ച് മേലോട്ട് പോയി. ഞാൻ മാത്രം പഠിച്ച് താഴോട്ട് പോയി. താഴോട്ട് പോയോ? എനിക്ക് കിണർ ഒഴിക്കലല്ലേ പണി, അതുകൊണ്ട് കുഴിച്ച് താഴോട്ട് പോയിന്ന്. പക്ഷെ എന്റെ അനിയൻ, അവന് സമ്മതിക്കണം, അവന് വെച്ചടി കേട്ടോ. അവൻ തോന്നുന്നു നന്നായിട്ട് പഠിക്കുമായിരുന്നു. അയ്യോ അതല്ല, അവന് തെങ്ങേക്കേറ്റാ ജോലി. ദാ ഇങ്ങനെ. അവന് തെങ്ങേക്കറ്റല്ലേ ജോലി? എങ്കിൽ ആദ്യം നീ പ്ലാവിന്ന് ഇറങ്ങിയാട്ടെ. നിങ്ങൾ ഈ കിണർ കുത്തുന്നേക്ക് എങ്ങനെയാ? അത് ഇങ്ങനെ എടുക്കും, എന്നിട്ട് ഇങ്ങനെ കുത്തും. അതല്ലെന്ന്, ഈ കിണർ കുത്തുന്ന രീതി. ആ അത് ഞാൻ പറഞ്ഞുതരാം. രാവിലെ ആകുമ്പോ ഞാനും മമ്മൂട്ടിയും കൂടി ഇറങ്ങും. മമ്മൂട്ടിയും വരുമോ കിണർ കുടിക്കാൻ? മമ്മൂട്ടി വരുന്നല്ല, ദാണ്ട കണ്ട ഈ മമ്പട്ടിയും കൂടി ഇറങ്ങുമെന്നാ ഞാൻ പറഞ്ഞേ. എടാ അതല്ല, നിങ്ങൾ ഈ കിണർ കുഴിക്കുന്നതിന്റെ റേറ്റ് എത്രയാന്ന്? അത് ഞാൻ ഒരു തൊടി കുടിക്കാൻ വേണ്ടി 25,000 രൂപ മേടിക്കും. 25,000 രൂപയോ? അതൊക്കെ ഇത്തിരി കൂടുതലല്ലേ? പേടിക്കണ്ട, രണ്ടാമത്തെ തൊടി കുടിക്കാൻ വേണ്ടി ഞാൻ വെറും 10,000 രൂപ മേടിക്കും. മൂന്നാമത്തെ തൊടി കുടിക്കാൻ വേണ്ടി അങ്ങനെ 10,000 കുറഞ്ഞു വരും. എന്നിട്ട് വെള്ളം കണ്ടില്ലെങ്കിലോ? ഞാൻ നിങ്ങളുടെ ഒരു 20 രൂപ മേടിക്കും. നിങ്ങൾക്ക് വെള്ളമല്ല ആവശ്യം, അപ്പൊ 20 രൂപ കൊടുത്ത് ഒരു മിനറൽ വാട്ടർ മേടിച്ച് ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ പോകും. നീ ആണെങ്കി ഇവിടെ വന്ന് ഞങ്ങളെ ആകെ നാണം കെടുത്തി. ഇതിനൊക്കെ എന്റെ അപ്പൂപ്പൻ നാണം ഇല്ലാത്തവനായിരുന്ന? അതല്ല, അപ്പൂപ്പൻ കൊല്ലത്ത് ഒരു കിണർ ഒഴിച്ച്. നിന്റെ അപ്പൂപ്പൻ കൊല്ലത്ത് ഒരു കിണറാണ് കുത്തോളൂ? യോ അതല്ലടോ, അപ്പൂപ്പൻ കൊല്ലത്ത് പോയി ഒരു കിണർ ഒഴിച്ച് വെള്ളം കണ്ടില്ല. എന്നിട്ട് വെള്ളം കാണാൻ വേണ്ടിട്ട് 1000 കിണറങ്ങ് ഒഴിച്ചു. എന്നിട്ട് വെള്ളം കണ്ടോ? എന്നിട്ടും വെള്ളം കണ്ടില്ല. അപ്പൊ ആ കുഴി എന്തോ ഇത്? ഓരോ കുഴിയിലും ഓരോ തെങ്ങിൻ തൈ അങ്ങ് വെച്ചു. ഇപ്പൊ സ്ഥലത്തിന് അറിയപ്പെടുന്ന എങ്ങനെ അറിയോ? അങ്ങ് കൊല്ലത്തിനടുത്തുള്ള 1000 തെങ്ങെന്നാ. കഴിഞ്ഞ ദിവസം നിങ്ങൾ ആരുമാണ് എന്റെ അടുത്ത് പറഞ്ഞത് 1001 തെങ്ങായിരുന്നല്ലേ? കേട്ടോന്ന് ശരിയാണ്. 1001ാമത്തെ തെങ്ങ് എന്റെ അപ്പൂപ്പൻ അടക്കിയ തെങ്ങാണ്. എനിക്ക് വല്ലാതെ വിശക്കുന്നു മോളെ. അച്ഛനെന്തിനും കഴിക്കാൻ കൊണ്ടുപോടി. അച്ഛാ നിരാഹാരം. ആഹാരം കഴിച്ചിട്ട് മതി നിരാഹാരം. മോളെ പരിപ്പുവട, പക്കുവട, പരിപ്പുവട, പക്കുവട, പരിപ്പുവട, പക്കുവട, പരിപ്പുവട, പക്കവട, പക്കവട, പപ്പടവട, നമ്മുടെ വായിൽ ചടപട, ഹേ നമ്മുടെ വായിൽ ചടപട, നമ്മുടെ വായിൽ ചടപട, ഹേ നമ്മുടെ വായിൽ ചടപട. താതിന്തിമിതിന്തിമിതായോ വല്ലോം തായോ, താതിന്തിമിതിന്തിമിതായോ വെള്ളം തായോ, ദിന്തിമിതിന്തിമിതായോ, ദിന്തിമിതിന്തിമിതായോ, ദിന്തിമിതിന്തിമിതായോ വെള്ളം തായോ. ദയക്കം തിന്താരോ, ദയക്കം തിന്താരോ, ദയക്കം തിന്താരോ, ദയക്കം തിന്താരോ, ദയക്കം തിന്താരോ, ദയക്കം തിന്താരോ, ദയക്കം തിന്താരോ. ഈ നിരാഹാരം പാട്ടും ഡാൻസും കഴിയുമ്പോ എനിക്ക് ആകെ വിശക്കണം. ഇനി നിന്റെ കയ്യിൽ നിന്നൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഞാൻ അടുക്കളയിൽ പോയി കോരിയിട്ട് കഴിച്ചോളാം. നമ്മുടെ രണ്ടുപേരുടെ ഇടയിൽ നിന്ന് അച്ഛൻ പോവാൻ പറ്റൊരു പാടേ. കില്ലാടിക്ക് അറിയോ, ഇവിടുത്തെ ആൾക്കാർക്ക് കുളിക്കാത്തോണ്ട് അവര് 3 മാസമായി കുളിച്ചിട്ട്. അയ്യേ 3 മാസം കുളിക്കേണ്ടിരിക്കേ. എനിക്ക് കേൾക്കുമ്പോ തന്നെ എന്ത് വരി. എനിക്കാണെങ്കിൽ 2 മാസം കഴിഞ്ഞാൽ തന്നെ ചൊറഞ്ഞു കൂട്ടും. ഞാൻ കില്ലാടിനോട് മിണ്ടൂല. എന്താ എന്റെ അടുത്ത് നിന്ന് ഇത്ര ഒരു അകൽച്ച? അത് എന്റെ അടുത്ത് നകുന്നില്ലേ? കില്ലാടി എന്താ എന്റെ അടുത്ത് പറഞ്ഞത്? മലയാളം. ഇവിടെ ഒരു കിണർ കുഴിച്ചിട്ട് അതിൽ ഒരു കുടം വെള്ളം ഈ ദേവുനാണെന്നല്ലേ? ആ വാക്ക് വിശ്വസിച്ചിട്ട് എത്ര നാളെ ഒരു 4 കുടം കൂടി ഞാനിവിടെ നിൽക്കുന്നത്. എന്ന് ഞാനൊരു കാര്യം ചെയ്യാം, 1 ലിറ്ററിന് മിനറൽ വാട്ടർ മേടിച്ചിട്ട് ആ 4 കുടത്തിലേക്ക് തരാം. അപ്പൊ എന്റെ അടുത്തുള്ള പിണക്കന്മാരല്ലോ. കില്ലാടി എത്ര വിചാരിച്ചാലും ഒരു കിണർ കുഴിച്ച് അതിന്റെ അകത്തുള്ള ഒരു കുടം വെള്ളം എനിക്ക് കാണിക്കാൻ പറ്റില്ല. നീ എന്നെ അങ്ങനെ കളിയാക്കുന്നു വേണ്ട. അങ്ങ് പാലക്കാട്ടില്, എവിടെ പാലക്കാട്ടിൽ എന്നെ കിണർ കുടിക്കാൻ വിളിച്ചു. ഞാൻ ഒന്നും നോക്കില്ല, ഒറ്റ വീട്ടിന് വെള്ളം കാണിച്ച്. ഓ ആ കേസാണല്ലേ ഇപ്പോഴും ആ വാട്ടർ അതോറിറ്റിയിൽ പറഞ്ഞോണ്ടിരിക്കുന്നത്. കൂടി വെള്ള പൈപ്പ് ഒറ്റയടിക്ക് പൊട്ടിച്ചിട്ട് നിരവാദം പറയുന്നു. കില്ലാടി എത്ര വിചാരിച്ചാലും ആ പാറ പൊട്ടിച്ച് വെള്ളം കാണിക്കാൻ പറ്റൂല. കാണണോ? ഇതിന്റെ 18ാമത്തെ അടവാ. ഇതിനുള്ളിൽ ഞാൻ മെഗാ ഗുണ്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പൊട്ടിക്കും, പാറ വന്നിന്റെ മേത്ത് കൂടെ വീഴും. അപ്പൊ എന്റെ കാലും കൈയൊടിഞ്ഞ് ഞാൻ ഇങ്ങനെ നടക്കുമ്പോ ഈ പച്ചമരുന്ന് വെച്ച് എന്നെ ചികിത്സിക്കും. അപ്പൊ നിനക്ക് എന്നോട് ഒരു ഇഷ്ടം തോന്നുമല്ലോ. അത് വേണോ? അത് വേണം. അയ്യോ മാറി നിൽക്കുക കില്ലാടി. വേണ്ട, ഞാൻ വേണ്ട കില്ലാടി. അടുത്ത താറായി കില്ലാടി എന്തെങ്ങനെ നടക്കുന്നേ? പാറ വന്ന് എന്റെ മേത്ത് കൂടെ വീണു. നീ എന്നെ ചികിത്സിക്കേ. നിന്നെ ഞാൻ ചികിത്സിച്ചാതിയോടാ. ഇങ്ങോട്ട് എഴുന്നേക്കടാ. നിന്നെ കൊണ്ട് ഈ കിണർ കുടിച്ച് വെള്ളം കാണിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇനി ഒരു പുതിയ ഐഡിയ വന്നു. എന്താ ഐഡിയ മാമ? എടാ നിന്നെ ഈ കിണറ്റിലേക്കിട്ട് മൂടാൻ.
ആ നിരാഹാര ബോർഡ് എടുത്ത് കിണറ്റിലിട്ട് മൂടടി. പ്രിയ സുഹൃത്തുക്കളെ, മഹത്തായ ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ദി അവാർഡ് സെറമണി. മികച്ച കൗണ്ടർ, മികച്ച ചളി. ഈ അവാർഡ് നൽകുന്നതിനായി പ്രശസ്ത TV ചലച്ചിത്ര താരം ശ്വേത മേനനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. ഭയങ്കര സന്തോഷം. നിർത്തിയൊക്കെ വായിക്കണേ, ഇത് കാർഡാണ്. തുറക്കാൻ പറ്റില്ല. ചേച്ചി കൈനോട്ടക്കാരിയാണോ? സത്യം. കയ്യിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു മിനിറ്റ്, മികച്ച ചളി ആർക്കാണ് അതാണ് കൊടുക്കുന്നത്? ആദ്യം. ഓക്കെ ശരി മാഡം, മികച്ച ചളി. ഭയങ്കര സർപ്രൈസ് ആണ്. മികച്ച ചളി മിസ്റ്റർ നോബിയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു സിസ്റ്റർ ഡോക്ടറെ ഡോക്ടറാണോ? ഡേറ്റ് എന്ന് ഇത് അവരുടെ നോക്കട്ടെ, ഡേറ്റ് അല്ല, ഗ്യാസാ. അതെ ഡോക്ടറെ ഡേറ്റ് എന്താ നോക്കാൻ പറയുമ്പോ ഡോക്ടർ നോക്കാൻ എന്റെ വയറ്റിൽ എത്ര കലണ്ടർ കിടക്കണം. ഇനി ആ കലണ്ടർ ആണാണോ പെണ്ണാണെന്ന് അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് നരമ്പിന്റെ അസുഖമാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഈ മൊമെന്റ് നിങ്ങൾ കാണേണ്ടതാണ്. ചരിത്രത്തിലേക്കാണ് ഈ പോക്ക്. മികച്ച ചളി എന്നുള്ളത് നേടിയിരിക്കുന്നത്. എല്ലാ തവണയും കൗണ്ടറുകൾ എണ്ണി എണ്ണി വാങ്ങി ഞാനും കുണ്ട്ര കളിമൺ ഫാക്ടറി ആയിട്ട് ചെറിയ അല്ല ഇതേ ശ്രീവിദ്യ, നീ ഉടനെ ICC റാങ്കിങ്ങിലേക്ക് തിരിച്ചു വരണം. താഴെയാണ് ഇപ്പൊ. എങ്കിൽ ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം ഞങ്ങൾക്ക് അറിയണം ശ്വേതാജി. മികച്ച കൗണ്ടർ ഇന്നത്തെ എപ്പിസോഡ് ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? വീണ്ടും ശ്രീവിദ്യക്ക് അല്ല. ശ്രീവിദ്യക്കല്ലേ? അല്ല. ഓക്കെ, ആരെ കൊടുത്താൽ ആശ കൊടുക്കരുത്. പ്രിയ സുഹൃത്തുക്കളെ, മികച്ച കൗണ്ടർ ആർക്കാണ് ലഭിക്കുക? ഒരു കാര്യം ചെയ്യൂ, ആ മാല ഇട്ടതിന് ശേഷം നമുക്ക് ഡയാനയ്ക്കാ പറഞ്ഞില്ലല്ലോ. ടെൻഷനാ. അഭിനയ എപ്പോഴും എന്താരോ ഒന്ന് പറഞ്ഞാലല്ലേ, ഒന്ന് മാത്രം പറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ധാരാളം അത്ര കൗണ്ടർ ഉണ്ട്. ഒന്ന് പ്രേക്ഷകർക്ക് ഏത് വേണമെങ്കിലും കറക്കി കുത്തി ഒരെണ്ണം നമ്മൾ എടുത്തു. അതെ, അത് ഏതാന്നുള്ളത് നോക്കട്ടെ. കറക്കി കുത്തി സ്വിമ്മിംഗ് പൂളിന്റെ സെറ്റ് പല്ലുണ്ട്. സെറ്റ് പല്ലൊന്നും ഊരിയെടുത്തത് ഓർമ്മിക്കാണ്. കുറച്ച് സിമ്മന്റുണ്ടല്ലേ, സിമ്മന്റും ചളിയും വേണ്ടി വരും. ഒരു പോടുണ്ട് അടയ്ക്കാനായിട്ട്. ഓക്കെ, അടയ്ക്കണ്ട, നമുക്ക് സ്വിമ്മിംഗ് പൂൾ ആക്കാം. പിന്നെ അമ്മയെ അടുക്കളയിൽ സഹായിക്കാറുണ്ടല്ലേ? ഒരുപാട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഇറക്കിയ എല്ലാ കൗണ്ടേഴ്സും ആണ് ലഭിച്ചിരിക്കുന്നത്. ബോയ്സ് ആൻഡ് ഗേൾസ്, ഇത് പറഞ്ഞോണ്ട് നമുക്ക് ഇന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞു പോയാലോ? എന്നാലും അടുത്ത ദിവസം വരാൻ പറ്റുള്ളൂ. എന്താ പറയാനുള്ളത് മോളെ? ഒന്നുമില്ല, വൈ സോ സീരിയസ് ശ്രീവിദ്യ. കോമഡി മാസ്റ്റേഴ്സ് ലിനി.